മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഫോളോയിങ് സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എ പൊട്ടൻഷ്യോമീറ്റർ ഇസ് എ ഡിവൈസ് ടു മെഷർ EMF of a cell. Explain how the EMF of two cells can be compared using potentiometer. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് രണ്ട് സെല്ലുകളുടെ EMF എങ്ങനെ കമ്പയർ ചെയ്യാമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. ഇവിടെ നോക്കുക, 4 വോൾട്ട് സപ്ലൈ ഉള്ള ഒരു സെല്ലിൽ നിന്ന് I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് 2 ഓം റെസിസ്റ്റർ, അതുപോലെ 8 ഓമിൻ്റെ 2 പാരലൽ റെസിസ്റ്റേഴ്സ്, അതിനുശേഷം ഒരു 2 ഓം റെസിസ്റ്റർ, ഇവയിലൂടെ ആണ് ഈ കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 8 ഓമിൻ്റെ 2 റെസിസ്റ്ററുകളുണ്ട്. ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ 8 ഓം റെസിസ്റ്ററുകളുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. പാരലൽ കോമ്പിനേഷനിൽ നമുക്കറിയാം 1/R is equal to ഇങ്ങനെ വരും 1/R1 plus 1/R2. അപ്പോൾ നമുക്കിവിടെ എഴുതാം 1/R is equal to 1/8 plus 1/8. 1/8 plus 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2/8 എന്നാണ് ലഭിക്കുന്നത്. 1/R is equal to 2/8. Therefore R is equal to 4 ohm. ഈ പാരലൽ കോമ്പിനേഷനിൽ ലഭിക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ohm ആണ്. ഇനി നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു 2 ohm ഉണ്ട്, ഇവിടെ ഒരു 4 ohm ആണ് വന്നിരിക്കുന്നത്. ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്ത് നമുക്ക് 4 ohm എന്ന് എഴുതാം. അപ്പം 2 ohm, ഇവിടെ ഒരു 4 ohm, പിന്നെ വീണ്ടും ഒരു 2 ohm. ഇത് സീരീസ് കോമ്പിനേഷനിലായിരിക്കും. 2, 4, 2. ഇത് സീരീസ് കോമ്പിനേഷനിലുള്ള ഒരു സർക്യൂട്ടായിട്ട് മാറും. 2 ohm, ഇവിടെ ഒരു 4 ohm, വീണ്ടും ഒരു 2 ohm. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷനിലായതിനാൽ അവിടെ വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 plus 4 plus 2. 2 plus 4 plus 2 നമുക്ക് 8 ohm എന്ന് ലഭിക്കും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 plus 2 plus 4 എന്ന് ലഭിക്കും. 8 ohm എന്നാണ് നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ലഭിക്കുന്നത്. ഇനി കറണ്ട് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I is equal to V/R ആണ്. നമുക്ക് V തന്നിട്ടുണ്ട്, വോൾട്ടേജ് 4 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 4 നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ആണ്. 4/8 is equal to 0.5 ആംപിയർ ലഭിക്കും. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.5 ആംപിയർ ആണ്. ഇനി EMFകൾ കമ്പയർ ചെയ്യാനായിട്ടുള്ള സെക്ഷൻ നമ്മൾ പാർട്ട് 19 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ദ ഫോളോയിങ് SI യൂണിറ്റ്. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ SI യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ കൂളം മീറ്റർ. കൂളം മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ആണ്. കൂളം മീറ്റർ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അടുത്തത് ഓം മീറ്റർ, റെസിസ്റ്റിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 സേ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് 40 ohm is cut into 4 equal parts and they are connected in parallel. The effective resistance of this combination is 40 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു. ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ പാർട്ടിലെയും റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 10 വെച്ചാവും. 4 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഓമിൻ്റെ 4 പീസുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 10 ohm റെസിസ്റ്റൻസ് ഉള്ള 4 വയർ പീസുകൾ നമുക്ക് ലഭിക്കും. അവയെ പാരലലായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് 1/R1 plus 1/R2 plus 1/R3 അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 10 ohm ആയതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/R. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R is equal to 1/10 plus 1/10 plus 1/10 plus 1/10, അതായത് 4/10 എന്ന് ലഭിക്കും. 1/R is equal to 4/10. Therefore R is equal to 10/4, 2.5 ohm. 2.5 ohm ഇതാണ് ആൻസർ. 2.5 ohm. (2018) സേ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്.
തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സർക്യൂട്ട് എന്തിൻ്റെയാണ്? മീറ്റർ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വീസ്റ്റൺസ് പ്രിൻസിപ്പിളാണ്. ഇനി ഇതേ സർക്യൂട്ട് തന്നെ ഈ സർക്യൂട്ടിലെ ഫസ്റ്റ് ഗ്യാപ്പ് G1 എന്ന് പറയുന്ന ഗ്യാപ്പിൽ X എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ G2 എന്ന് പറയുന്ന സെക്കൻഡ് ഗ്യാപ്പിൽ R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നതാണ് that X is the effective resistance of series combination of two 3 ohm resistors. X എന്ന് പറയുന്നത് ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എക്സിൽ വന്നിരിക്കുന്നത് രണ്ട് 3 ohm റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. And R is the effective of parallel combination of two 3 ohm resistors. Rൽ 3 ohmന്റെ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബാലൻസിങ് പോയിന്റ് സി എന്ന് പറയുന്ന ബാലൻസിങ് പോയിന്റ് ആണ്. ദ ലെങ്ത് എ ബി, എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഈ ടോട്ടൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് കണ്ടുപിടിക്കണം. എ സി കണ്ടുപിടിക്കണം. ബാലൻസിങ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ബാലൻസിങ് ലെങ്ത് ആണ് നമുക്ക് ബാലൻസിങ് ലെങ്ത് ആണ് നമുക്ക് എ സി എന്ന് പറയുന്ന ബാലൻസിങ് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സർക്യൂട്ട് നോക്കുക. ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എ ബി എന്ന് പറയുന്ന വയറിൻ്റെ മൊത്തം ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എ സി എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി സർക്യൂട്ട് നോക്കുക. ഇവിടെ എക്സ് എന്ന് പറയുന്നത് രണ്ട് 3 ohm റെസിസ്റ്ററുകളുടെ സീരീസ് കോമ്പിനേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷൻ ആയതിനാൽ ഇവിടെ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 + 3 6 ohm ആയിരിക്കും. ഇവിടെ നമുക്ക് 6 ohm എന്ന് ലഭിക്കും. എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് ലഭിക്കും. അതുപോലെ ഇവിടെ രണ്ട് 3 ohm റെസിസ്റ്റേഴ്സ് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടും 1/3 + 1/3. അതായത് ഇതിൻ്റെ വാല്യൂ നമുക്ക് 2/3 എന്ന് കിട്ടും. 1/Rൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് Rൻ്റെ വാല്യൂ 1.5 ohm ഉണ്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.5 ohm നമുക്ക് ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 ohm എന്നും ക്യാപിറ്റൽ Rൻ്റെ വാല്യൂ നമുക്ക് 1.5 ohm എന്നും ലഭിക്കും. നമുക്ക് രണ്ട് വാല്യൂസായി. എക്സ് എത്രയാണെന്ന് അറിയാം, ആർ എത്രയാണെന്ന് അറിയാം. എ ബി എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് എത്രയാണെന്ന് അറിയാം. എ ബി എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ചെയ്യാം. P/Q = R/S എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് P എന്ന് പറയുന്നത് എക്സ് ആയിട്ടും Q എന്ന് പറയുന്നത് R ആയിട്ടും ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ലെങ്ത് L, അതുപോലെ തന്നെ ക്യാപിറ്റൽ S എന്ന് പറയുന്നത് 100 - L. ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ 6 ആണ്. അതുപോലെ ആറിൻ്റെ വാല്യൂ 1.5 ആണ്. L എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത് ആണ്. ടോട്ടൽ ഇത് 100 - L ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. P/Q = R/S or X/R = 100 L / 100 - L. നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 100 - L ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 100 - L. അതുപോലെ 1.5 × L എന്ന് നമുക്ക് കിട്ടും. അപ്പം 600 - 6L 600 - 6L = 1.5 L എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 80 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 80 സെൻറ്റിമീറ്റർ ഇക്വേഷൻ ഒന്ന് എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. നമുക്ക് എ സിയുടെ വാല്യൂ നമുക്ക് 80 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത്. ട്രാൻസിസ്റ്റർ, നിക്രോം, ഡയോഡ്, ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 10 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറിനെ 10% അതിൻ്റെ ഒറിജിനൽ ലെങ്തിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ന്യൂ റെസിസ്റ്റൻസ് എത്രയായിരിക്കും?
അതുപോലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ദ മെത്തേഡ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് യൂസിങ് മീറ്റർ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ്. മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് അൺനോൺ റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസറുകൾ നോക്കാം. ഒന്നാമത്തേൻ്റെ ആൻസർ ഓംസ് ലോ ഒബേ ചെയ്യുന്നത് നിക്രോം. അതുപോലെ ന്യൂ റെസിസ്റ്റൻസ് 10 ഓം റെസിസ്റ്ററിനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ 10% സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ പുതിയതായിട്ട് ലഭിക്കുന്ന ആ റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12.1 ഓം ആയിരിക്കും. അതുപോലെ തന്നെ മീറ്റർ ബ്രിഡ്ജിൻ്റെ സെക്ഷൻ 17 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ബ്രെഡ് ടോസ്റ്റർ ആൻഡ് എ ബൾബ് ആർ കണക്റ്റഡ് പാരലൽ ഇൻ എ സർക്യൂട്ട്. The toaster produces more heat than the bulb. Then which of the following statement is true? തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്ന് നോക്കണം. അതുപോലെ മൂന്നാമത്തെ സെക്ഷനിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിച്ച് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസറിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 4 equal resistance each of 6 ohms are arranged as shown in the figure. തന്നിരിക്കുന്ന സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ 3 6 ohm റെസിസ്റ്റേഴ്സ് പാരലായും ആ കോമ്പിനേഷന് സീരീസ് ആയിട്ട് വീണ്ടും ഒരു 6 ohm റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റുകൾക്കിടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പാരലൽ കോമ്പിനേഷൻ വരുന്ന ഈ 3 റെസിസ്റ്ററുകളുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം നോക്കാം. ഇത് 1/R പ്ലസ് 1/R1 ഈ വരുന്ന സർക്യൂട്ട്. ഇവിടെ നമുക്ക് പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R is equal to 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 എന്ന് നമുക്ക് ലഭിക്കും. equal to 3/6 ആണ്. 1/R is equal to 3/6 എന്ന് ലഭിക്കും. R is equal to 2 ohm എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 ohm ആണ്. ഇനി ഈ 2 ohmഉം 6 ohmഉം ഇവിടെ ലഭിച്ചിരിക്കുന്ന 2 ohmഉം ഈ 6 ohmഉം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 + 6 എന്ന് ലഭിക്കും. 2 + 6 സീരീസ് കോമ്പിനേഷനിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 + 6 ohm എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ohm എന്ന് ലഭിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ കോമ്പിനേഷനിൽ 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 3/6 എന്ന് കിട്ടും. R is equal to 2 ohm. ഇനി അടുത്ത 2 ohmഉം 6 ohmഉം നമ്മൾ സീരീസ് കോമ്പിനേഷൻ കണക്ട് ചെയ്യുമ്പോൾ 2 + 6 8 ohm എന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ohm ആയിരിക്കും. ടേബിളിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ഡിവൈസിൻ്റെ റിലേഷൻഷിപ്പാണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂസ് ഉപയോഗിച്ച് നമ്മളോട് VI ഗ്രാഫ് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്രാഫ് എക്സ്പ്ലെയിൻ വെദർ ദ ഡിവൈസ് ഈസ് ഷോയിങ് ഓമിക് ഓർ നോൺ ഓമിക്. തന്നിരിക്കുന്ന ഡിവൈസ് ഓമിക് ആണോ അതോ നോൺ ഓമിക് ആണോ എന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നെയിം 2 ഡിവൈസസ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ. ഓംസ് ലോ ഒബേ ചെയ്യാത്ത 2 ഡിവൈസുകളുടെ പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗ്രാഫ് പരിശോധിക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഇതായിരിക്കും. ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കുക. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന വസ്തുക്കളാണെങ്കിൽ അവയുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് മെറ്റീരിയൽ നോൺ ഓമിക്കാണ്. അതുപോലെ ഓംസ് ലോ ഒബേ ചെയ്യാത്ത 2 പദാർത്ഥങ്ങളുടെ
രണ്ട് വസ്തുക്കളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈസുകൾ ഓംസ് ലോ ഒബേ ചെയ്യാത്തത് ഡയോഡും ട്രാൻസിസ്റ്ററും. Which of the following materials has more than one value for voltage for the same current? Copper, mercury, gallium arsenide, germanium. Answer: gallium arsenide.